വിഴിഞ്ഞത്തിന് ബ്രസീലിലെ റിയോ ഡി ജനീരിയുമായിട്ട് സാമ്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഭയങ്കര മഴയാണ്. വിഴിഞ്ഞം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹാർബർ, അല്ലെ നല്ല സീ ഫുഡ് കിട്ടണ സ്ഥലം. എല്ലാവരെയും പോലെ ഞാനും ഇതൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അതിനപ്പുറം അവിടെ കാണാൻ കുറേ ഉണ്ട്. തിരുവനന്തപുരം ടൗണിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ പോയാൽ വിഴിഞ്ഞത്തെത്താം. തമ്പാനൂരിൽ നിന്ന് രാവിലെ 6 മണി തൊട്ട് തന്നെ വിഴിഞ്ഞത്തേക്കും അവിടെ നിന്ന് തിരിച്ചു പോകാനും KSRTC ബസ് ഉണ്ടാവും. ഇതാണ് വിഴിഞ്ഞം. ഇവിടുത്തെ തുറമുഖത്തിനൊരു പ്രത്യേകതയുണ്ട്. ഭാരതത്തിലെ ഏറ്റവും ആഴമുള്ള പ്രകൃതിദത്ത തുറമുഖമായ ഇവിടെ എത്ര വലിയ കപ്പലുകൾക്കും വേഗം എത്താനും അതുപോലെ തന്നെ തുറമുഖത്തുനിന്ന് കപ്പൽ ചാലിലേക്ക് കുറഞ്ഞ ദൂരത്തിൽ പോകാനും പറ്റും. തിരമാല ഇങ്ങനെ വന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ പുലിമുട്ടിൽ ഇങ്ങനെ തട്ടിയിട്ട് അവിടെയൊക്കെ നല്ല പായൽ പിടിച്ചിട്ടുണ്ട്, പച്ച പായൽ പിടിച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ ആ തിരമാല വരുമ്പോൾ ഭയങ്കര കളറിങ് ആണ് കേട്ടോ. ചരിത്രം നോക്കിയാൽ 1000 രാജാക്കന്മാരുടെ തുറമുഖ നഗരവും സൈനിക കേന്ദ്രവുമായിരുന്നു വിഴിഞ്ഞം. പിന്നീട് ചോള രാജാക്കന്മാരിലെ രാജരാജ ചോളൻ രാജേന്ദ്ര ചോള പട്ടണമെന്ന് പേര് മാറ്റി. ഇതിനിടെ 7-ാം നൂറ്റാണ്ടിൽ ഈ തുറമുഖത്തിന് വേണ്ടി ചോളപാണ്ഡ്യ യുദ്ധം വരെ നടന്നെന്നും ഒടുവിൽ തിരുവിതാംകൂറിന്റെ കയ്യിലെത്തി എന്നുമാണ് കഥ. ഭയങ്കര മഴയാണ്. നമ്മൾ വിചാരിച്ച പോലല്ല. നമ്മളിവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് എല്ലാം എടുക്കാതൊക്കെ വെച്ചാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മഴ മാറുന്നില്ല. നമ്മൾ വരുന്ന വഴി തൊട്ടേ മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ബൊള്ളാട്. ഈ ബൊള്ളാട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 500 ടൺ വരെ ഭാരം കെട്ടി നിർത്താൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ടെസ്റ്റിംഗ് ഒക്കെ നടന്നിരുന്നു. കുറച്ച് ദിവസം മുന്നേ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിരുന്നു. ഇത് നമ്മളെ കപ്പലുകളൊക്കെ കെട്ടിയിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. 500 ടണ്ണാണ് ഇത് താങ്ങാൻ പറ്റുന്ന ശേഷി. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ് യാർഡും പിന്നെ അതുപോലെ തന്നെ തുറമുഖ വകുപ്പും കൂടി ചേർന്നിട്ടാണ് ഇതിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 2010-ലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വലിയ ബൊള്ളാടും കണ്ട് മുന്നോട്ട് നടക്കുന്നത് 2 മസ്ജിദിൻ്റെ ഇടയിലൂടെയാണ്. ഇതാണ് വിഴിഞ്ഞത്തെ ആദ്യത്തെ മുസ്ലിം പള്ളി. പാറയ്ക്ക് മുകളിലായോണ്ട് ഈ പള്ളിയെ പാറപ്പള്ളി എന്നും മുഹൈദ്ദീൻ പള്ളി എന്നും പറയാറുണ്ട്. പാറപ്പള്ളിയുടെ എതിർവശത്തായിട്ടാണ് പുതിയ പള്ളിയുള്ളത്. മഴയൊന്ന് കുറഞ്ഞപ്പോൾ നേരെ ഹാർബറിലേക്ക് പോയി. പോകുന്ന വഴിയിൽ മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ്. പക്ഷേ എല്ലാം ഉച്ച കഴിഞ്ഞാലേ ഓപ്പൺ ആവും. കടകളൊക്കെ കഴിഞ്ഞാൽ ലേലഹാളിന്റെ ഇടയിലൂടെ ദൂരെ സെന്റ് മേരീസ് പള്ളി കാണാം. ഹാർബറിന്റെ സൈഡിലൂടെ പോയാൽ എത്തുന്നതും 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുണ്ടാക്കിയ ആ പള്ളിയുടെ മുന്നിലാണ്. അതായത് വിഴിഞ്ഞത്തെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം. മഴ ഇങ്ങനെ പെയ്യാതിരിക്കുകയും ചെയ്തിട്ട് നമ്മളെങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുള്ളത് ഈ വിഴിഞ്ഞം ഹാർബറിൻ്റെ അവിടെയാണ്. ഇവിടെ നല്ല ചെറിയ ചെറിയ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഇങ്ങനെ ഒരുപാട് എണ്ണം കാണാം കേട്ടോ. പിന്നെ അപ്പുറത്തെ ആളുകൾ മീൻ പിടിക്കാൻ നിൽക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ പള്ളി ഉള്ളത്. ഈ പള്ളി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. അതിൻ്റെ ഒരു പ്രൗഢിയും കൂടി ഉണ്ട് കേട്ടോ. കാരണം ആ കല്ലും അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ അത് പെയിൻ്റ് അടിച്ച് വേറെ പോലെ ആക്കിയിട്ടുണ്ട്. എന്നാൽ അതിനൊരു പ്രത്യേക ഭംഗിയൊക്കെയാണ്. നമുക്ക് നേരെ നോക്കുമ്പോൾ അവിടുത്തെ ആ മാതാവിനെയൊക്കെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. തിരുവനന്തപുരത്തെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് വിഴിഞ്ഞം. രാവിലെ ഈ ഹാർബറിൽ കാണുന്ന ഓരോ കാര്യവും ഓരോ കഥയായിട്ടാണ് തോന്നുന്നത്. പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട്, മീൻ കൊട്ടയിൽ മീൻ, ഓടിയെടുക്കുന്ന തിരമാല, അങ്ങനെ ഓരോന്നും. നമ്മൾ നേരത്തെ പള്ളീൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കണ്ടത്. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ താഴെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇവിടെ ഭയങ്കര കൂട്ടം ആൾക്കാരാട്ടോ. നല്ല ആൾത്തിരക്കുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് മീൻ പിടിക്കുന്നതും മീൻ പിടിച്ചിട്ട് കൊണ്ടുവരുന്നത്. അതായത് ഈ ബോട്ടിലൊക്കെ മീൻ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ആൾക്കാർ
അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വന്ന് ബോട്ട് വന്ന് എന്നെ ഇടിക്കാൻ വന്നു. അപ്പം ഞാൻ മാറിയതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ബോട്ടിൽ നിന്ന് മീൻ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവരും. അതിൻ്റെ ഇടയിൽ കൂടെ ലേലം വിളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറേ മീനെ വേറെ ഇറക്കും. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ലേലം വിളിക്കുന്നത് നോക്കാമല്ലോ. 800 രൂപ 850 850 50 850 50 50 850 ഉണ്ടോ? എടുക്കുന്നുണ്ട്. തിരിച്ചു പിടിക്കാൻ പറ്റേട്ടാ? പിടിക്കാനോ? അവിടെ പിടിക്കണം. പിടിച്ചോ, കടിക്കൊന്നുമില്ല. ഇല്ല. ബാക്കിൽ രണ്ട് വശത്തും ഇങ്ങനെ ചേച്ചിമാരിങ്ങനെ മീൻ വിൽക്കാതിരിക്കുന്നുണ്ട്. ഇവിടെ നേരെ പിടിക്കുന്നു, കൊണ്ടുവന്ന് വിൽക്കുന്നു. അടിപൊളിയല്ലേ? ലേലത്തിന് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ട്, അല്ലാണ്ട് ലേലത്തിന് വാങ്ങി നേരെ വീട്ടിൽ ഒരുപാട് പേര് ചേർന്നിട്ട് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ചു നടന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. വിഴിഞ്ഞത്തിന് ബ്രസീലിലെ റിയോ ഡി ജനീരിയോയുമായി എവിടെയോ ഒരു സാമ്യമുണ്ടെന്നൊരു തോന്നൽ. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ബ്രസീലിയൻ നഗരത്തെ താഴേക്ക് നോക്കുന്ന ക്രൈസ്റ്റ് ദ റെഡീമർ പോലെ രണ്ട് കൈകൾ നീട്ടി കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ശില്പം ഇവിടെയുണ്ട്. ബ്രസീലിലുള്ള ക്രൈസ്റ്റ് ദ റെഡീമർ സ്റ്റാച്ചു, ബ്രസീലിലെ റിയോ ഡി ജനീരിയോയിലുള്ള ക്രൈസ്റ്റ് ദ റെഡീമർ സ്റ്റാച്ചുവിൻ്റെ സെയിം മോഡലിലാണ് ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 പണി കഴിഞ്ഞിട്ടുള്ളത്. നമ്മളുടെ തിരുവനന്തപുരം മേനംകുളത്തുള്ള കുറച്ച് പേര് ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 33 അടി ഉയരം, അതായത് താഴേന്ന് മുകളിലേക്ക് 33 അടി ഉയരും. പിന്നെ അതുപോലെ ഇങ്ങനെ കൈ ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു രൂപമാണല്ലോ, അതുകൊണ്ട് ആ നീട്ടിപ്പിടിച്ചതിൻ്റെ അളവും ഏകദേശം 33 അടി വീതിയാണ്. അപ്പം രണ്ടും ഏകദേശം ഒരേ. പക്ഷേ താഴേന്ന് നോക്കുകയാണെങ്കിൽ, ഏറ്റവും താഴേന്ന് നോക്കുകയാണെങ്കിൽ 90 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഈ സ്റ്റാച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നമ്മളുടെ എന്താ പറയുക, കടലിലേക്ക് നമ്മളുടെ മത്സ്യബന്ധനം ബോട്ടുകളും അവിടെ നിന്ന് വരുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ഒരു രൂപമാണിത്. എന്തായാലും ഇതെന്ന് പറയുന്നത് ദൂരേന്ന് കാണുമ്പോൾ ചിലപ്പോൾ ആ വള്ളത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്താൻ ആളവിടെ ഉണ്ട്, ആ ഒരു വിശ്വാസത്തിലൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, കേരളത്തിൽ ഇത്തരത്തിലുള്ളതിൽ ഏറ്റവും വലുതും ഈ തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ള ഈ ക്രൈസ്റ്റ് റെഡീമറാണ്. രാജവംശകാലത്ത് വിജയപുരി എന്നറിയപ്പെട്ടിരുന്ന വിഴിഞ്ഞത്ത് ഒരു ജൈനക്ഷേത്രം ഉണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ആ ക്ഷേത്രം അന്വേഷിച്ചാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളത് അവിടെ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞുകൂടാ. ഈ വഴി കണ്ടുപിടിക്കാൻ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ട്, കാരണം ഒരുപാട് പേരോട് ചോദിച്ചിട്ട് ആർക്കും അറിയുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു ഏതാ സ്ഥലം എന്നുള്ളത് അറിയുന്നില്ല. പിന്നെ നമ്മൾ മാപ്പിൽ കുറേ നോക്കിയിട്ടാണ് കിട്ടിയത്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ കാണുന്ന ഇടവഴി കൂടെ ഒക്കെ പോവുകയൊക്കെ ചെയ്തു. വളരെ കഷ്ടപ്പെട്ടു കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ ഇടവഴീൻ്റെ തൊട്ടടുത്തോട്ട് ചെറിയൊരു ഗ്യാപ്പുണ്ട്, അതിലാണ് പോകേണ്ടത്. പക്ഷെ അവിടെ ആകെ ഒരു തീടായി കിടക്കണേണ്. അപ്പോൾ അതാണ് വഴി ഇങ്ങോട്ടേക്ക്, ചെറിയൊരു വഴി. ട്രാവൻകൂർ ദേവസ്വം ബോർഡെന്ന് ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കാണ്. ഒരു ജൈനക്ഷേത്രം എന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കാണാത്തതുകൊണ്ട് എന്താ അവിടുത്തെ പ്രതിഷ്ഠ എന്നോ അതൊന്നും നമുക്കറിയില്ല. പഴയകാലത്തെ 2 ക്ഷേത്രങ്ങളായിട്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒന്ന് ഭയങ്കരമായിട്ട് ഫുള്ള് പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. മറ്റു കാടൊക്കെ പിടിച്ച്. ജൈനക്ഷേത്രത്തിനടുത്താണ് വർഷങ്ങൾ പഴക്കമുള്ള ഗുഹാക്ഷേത്രം. വിഴിഞ്ഞം ജംഗ്ഷൻ എത്തിയ കോവളം സൈഡിൽ നിന്ന് വരുമ്പോൾ കാണുന്ന റൈറ്റിലോട്ടുള്ള റോഡിൽ പോയാൽ ചരിത്ര പ്രാധാന്യമുള്ള ഈ പ്രാചീന ഗുഹാക്ഷേത്രം കാണാൻ പറ്റും. നമ്മുടെ വിഴിഞ്ഞം ജംഗ്ഷനാണ് അങ്ങ് കാണുന്നത്. ആ ജംഗ്ഷനിൽ ഇങ്ങനെ താഴോട്ട് നമ്മുടെ ഹാർബറിൻ്റെ അവിടോട്ട് പോകുന്നതിൻ്റെ വലത്തേ വശത്ത്, കുറച്ചിങ്ങോട്ട് വരുമ്പോൾ തന്നെ വലത്തേ വശത്താണ് ഈ ഗുഹാക്ഷേത്രം ഉള്ളത്. അതായത് ഈ സൈഡിൽ ഇങ്ങനെ കാണാം. ഇവിടെ നടക്കാൻ കല്ല് പാകി ചുറ്റും മതിലും ഗേറ്റും വെച്ച് വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. വലിയ ആലുള്ളതുകൊണ്ട് നല്ല തണലുണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാറ തുറന്ന് ഭയങ്കര സിമ്പിളായിട്ട് ഒറ്റ അറയിലാണ് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അറയ്ക്കുള്ളിലുള്ളത് വീണാധര ദക്ഷിണാമൂർത്തിയാണ്. കവാടത്തിൻ്റെ ഒരു ഭാഗത്ത് നടരാജമൂർത്തിയും പാർവതിയും, മറ്റേ ഭാഗത്ത് 4 കൈയിലും അമ്പും വില്ലും കൊണ്ട് ത്രിപുരാന്തകമൂർത്തി അപസ്മാരമൂർത്തിയെ ചവിട്ടി പിടിച്ച് നിൽക്കുന്ന രീതിയിലുമാണ്.
ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രം ഇതാണെന്ന് ഇന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. കേന്ദ്ര പുരാവസ്തു വകുപ്പ് നോക്കി നടത്തുന്ന ഇവിടെ തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 വരെ സന്ദർശിക്കാൻ പറ്റും. വിഴിഞ്ഞത്ത് വന്നാൽ കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ലൈറ്റ് ഹൗസ്. മസ്ജിദുകളുടെ മുന്നിലൂടെ കോവളം റോഡിൽ പോയാൽ ഒരു ചെറിയ കട കാണാം. ഇതിലെ ഇടത്തോട്ട് പോയാൽ ലൈറ്റ് ഹൗസിന്റെ അടുത്തെത്താം. രാവിലെ 10 മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഒരാൾക്ക് ടിക്കറ്റ് 20 രൂപയും വണ്ടി പാർക്ക് ചെയ്യാൻ 10 രൂപയാണ് വാങ്ങണത്. മഴയാണെങ്കിൽ ചിലപ്പോൾ കയറ്റിവിടില്ല. ലൈറ്റ് ഹൗസിന്റെ നേരെ ചുവട്ടിൽ ഇതാണ് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറാനുള്ള വഴി. 50 വർഷം പഴക്കമുള്ള ഈ ലൈറ്റ് ഹൗസിന് 36 മീറ്ററാണ് ഉയരം. 114 പടിയുള്ള ഇവിടെ ലിഫ്റ്റും വെച്ചിട്ടുണ്ട്. ലിഫ്റ്റ് ഇറങ്ങി മരപ്പടികൾ കയറിയാലേ മുകളിലെത്താൻ പറ്റൂ. അങ്ങനെ ആദ്യമായിട്ടൊരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറുന്നത് വിഴിഞ്ഞത്തെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ്. സംഭവം സൂപ്പറാണ്. ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ല, വരുന്ന ദൂരെ നിന്ന് വരുന്ന കപ്പലുകൾക്കും അങ്ങനത്തെ എല്ലാത്തിനും ദിശ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ആ ദൂരെ കാണുന്നതാണ് നമ്മൾ നേരത്തെ പോയ സ്ഥലം. പാറപ്പള്ളിയും പിന്നെ പുതിയ പള്ളിയൊക്കെ അവിടെയാണുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് പോയാലാണ് നമ്മുടെ ക്രൈസ്റ്റ് റെഡീമർ ഉള്ളത്. കോവളം ബീച്ച്, ഇടയ്ക്കല്, ഹവാ ബീച്ച്, വിഴിഞ്ഞം തുറമുഖം ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അടുത്തിടെ ഒരു സർവേയിൽ ലോകത്തിലെ മികച്ച 5 ലൈറ്റ് ഹൗസിൽ 1 വിഴിഞ്ഞത്തേതായിരുന്നു. വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാം, ഒരുപാട് സംഭവങ്ങൾ കാണാം. അതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ക്രൈസ്റ്റ് റെഡീമർ, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള നമ്മുടെ ഡച്ചുകാരുണ്ടാക്കിയ പഴയ പള്ളി, അതാണ് അവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം അതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം പള്ളി, നമ്മൾ പാറപ്പള്ളി എന്ന് പറഞ്ഞില്ല, അതായിരുന്നു അവിടുത്തെ ആദ്യത്തെ മുസ്ലിം പള്ളി. പിന്നെ പുതിയ പള്ളി, പിന്നെ ലൈറ്റ് ഹൗസ്, പിന്നെ നമ്മുടെ ഗുഹാക്ഷേത്രം, ജൈന ക്ഷേത്രം, ഇതെല്ലാം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടു തീർക്കാൻ പറ്റുന്നതാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രാധാന്യമുള്ളതും കൂടിയാണ്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ വിഴിഞ്ഞം ഒരു ദിവസത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട. മാത്രമല്ല ഇവിടുത്തെ ഫുഡും അടിപൊളി ഹോട്ടൽസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഫുഡും കഴിക്കാം, എൻജോയ് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുന്നത് ബൈ.